നമസ്കാരം, ഞാൻ സൗമ്യ അജിത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്ലോസ് പാക്കിംഗ് എന്താണെന്ന് കണ്ടിരുന്നു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പാക്കിംഗ് എഫിഷ്യൻസി എന്താണെന്ന്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് ആദ്യം പഠിക്കുന്നത് പാക്കിംഗ് എഫിഷ്യൻസി എന്താണെന്നാണ്. പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ടോട്ടൽ സ്പേസ് ഫിൽഡ് ബൈ ദി പാർട്ടിക്കിൾസ്. അതായത് ഒരു സ്ട്രക്ചർ എടുത്താൽ അതിൽ ഓരോ പാർട്ടിക്കിൾസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കും. എത്രത്തോളം സ്ഥലത്ത് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നു അത്രത്തോളം പാക്കിംഗ് എഫിഷ്യൻസി കൂടുതലായിരിക്കും. കംപ്ലീറ്റ് അടുത്തടുത്ത് അറേഞ്ച് ചെയ്തേക്കുവാണെങ്കിൽ നമുക്ക് പറയാം പാക്കിംഗ് എഫിഷ്യൻസി കൂടുതലായിരിക്കും. കുറച്ച് സ്പേസ് വിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിലോ പാക്കിംഗ് എഫിഷ്യൻസി കുറവായിരിക്കും. അപ്പൊ നമുക്കറിയാം പല ടൈപ്പിലെ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഏതൊക്കെയാ? HCP, CCP, FCC, BCC, അങ്ങനെ പല ടൈപ്പിലുള്ള യൂണിറ്റ് സെൽ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പൊ ഇങ്ങനെ ഓരോ ടൈപ്പ് യൂണിറ്റ് സെല്ല് വരുമ്പോൾ അതിലെ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്യുന്ന രീതിക്കും വ്യത്യാസമുണ്ട് അല്ലെ. BCC ആയിരുന്നപ്പോൾ നമ്മൾ പറഞ്ഞു ഓൾ ദി കോർണേഴ്സ് ആൻഡ് ദ സെന്റർ ഓഫ് ദി ആറ്റം. അങ്ങനെയുള്ള ഒരുപാട് യൂണിറ്റ് സെല്ല് ചേർന്നിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഒരു ക്രിസ്റ്റൽ ഫോം ചെയ്യുന്നത് അല്ലെ. അതേപോലെ നമ്മളിപ്പോ വേറൊരു സിമ്പിൾ ക്യൂബ് എടുക്കുകയാണെങ്കിലോ എന്താണ് പ്രത്യേകത? ഓൾ ദി കോർണേഴ്സ്, എല്ലാ കോർണേഴ്സിലും മാത്രമാണ് എന്തുള്ളത്? ആറ്റം. അപ്പൊ അങ്ങനെയുള്ള ഒരു യൂണിറ്റ് സെല്ല് ചേർന്നിട്ടുണ്ടാവുന്ന ക്രിസ്റ്റൽ സിസ്റ്റം ആകുമ്പോഴോ അതിനും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ പല ടൈപ്പിലുള്ള യൂണിറ്റ് സെല്ല് വരുന്നതനുസരിച്ച് എന്ത് ഫോം ചെയ്യും? പാക്കിംഗ് എഫിഷ്യൻസിക്കും ഡിഫറൻസ് ഉണ്ടാവും. പാക്കിംഗ് എഫിഷ്യൻസി കൂടുതൽ എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയാണ്? കൂടുതൽ പാർട്ടിക്കിൾസ് ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൂടുതലാന്ന് പറയാം? പാക്കിംഗ് എഫിഷ്യൻസി കൂടുതലാണെന്ന് പറയാം. അപ്പൊ എന്താണ് പാക്കിംഗ് എഫിഷ്യൻസി? ടോട്ടൽ സ്പേസ് filled by the particles is called packing efficiency. Total space filled by the particles. അതിനെയാണ് നമ്മൾ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇനി നമ്മൾ പാക്കിംഗ് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ഒന്ന് നോക്കാം. എന്താണ് പാക്കിംഗ് എഫിഷ്യൻസി, എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് വോളിയം ഓഫ് ദി സ്ഫിയർ, വോളിയം ഓഫ് നമ്പർ ഓഫ് സ്ഫിയർ, volume of number of spheres into 100 and the volume of unit cell. That means total volume of unit cell. Okay, അപ്പോൾ ഇതാണ് പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. വോളിയം ഓഫ് നമ്പർ ഓഫ് സ്പിയേഴ്സ് എന്ന് പറയാൻ കാരണം നമുക്കറിയാം BCCയില് FCCയിലേക്ക് നമ്പർ ഓഫ് ആറ്റംസ് പഠിച്ചു. BCC ആണെങ്കിൽ എത്രയായിരുന്നു? 2. ഓക്കെ, ദെൻ FCC ആണെങ്കിലോ 4. ഓക്കെ, സിമ്പിൾ ക്യൂബ് ആണെങ്കിലോ 1. അപ്പോ വോളിയം ഓഫ് നമ്പർ ഓഫ് സ്പിയേഴ്സ്, ഇതിപ്പോ ഓരോ ടൈപ്പ് ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് വരുമ്പോൾ ഓരോ ടൈപ്പ് അതിനകത്ത് ഓരോന്നിനും നമ്പറിന് വ്യത്യാസം വരും. FCC ആണെങ്കിൽ ഞാൻ നമ്പർ ഓഫ് സ്പിയർ, ഇവിടെ വോളിയം ഓഫ് 4 അല്ലെ. FCCയിൽ 4 അല്ലേ നമ്പർ ഓഫ് ആറ്റം. അപ്പൊ 4 ഗുണം ഇവിടെ 100 വരും. ദെൻ അതിന്റെ വോളിയം. ഓക്കെ, ദെൻ അതുപോലെ തന്നെ താഴെ നമ്മൾ യൂണിറ്റ് സെൽ എടുക്കുന്നത് ക്യൂബ് ആണല്ലേ. ഓൾറെഡി നമ്മൾ പറഞ്ഞു ക്രിസ്റ്റൽ സിസ്റ്റം നമ്മൾ എടുത്തിരിക്കുന്നത് ക്യൂബിക് ക്രിസ്റ്റൽസ് ആണ്. അപ്പൊ നമുക്കറിയാം താഴെ വരുന്ന എപ്പോഴും എന്തായിരിക്കും? A ക്യൂബ് ആയിരിക്കും. ദെൻ സ്പിയറിന്റെ വോളിയം നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്? 4/3 πr ക്യൂബ്. ഇതിപ്പോ ഞാൻ ഇവിടെ 4 ഇടാൻ കാരണം എന്താ? FCC സ്ട്രക്ചർ ആണെങ്കിൽ. ഇനി പകരം ഞാൻ BCC സ്ട്രക്ചർ ആണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ എന്താ കൊടുക്കുക? 2 കൊടുക്കും. അപ്പൊ 2 കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? അപ്പൊ ആദ്യം നമ്മൾ ഇക്വേഷൻ മാത്രം പഠിച്ചു വെക്കുക. പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് വോളിയം ഓഫ് നമ്പർ ഓഫ് സ്പിയേഴ്സ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദി യൂണിറ്റ് സെൽ. ഇക്വേഷൻ ക്ലിയർ ആണോ? അപ്പൊ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ടോട്ടൽ സ്പേസ് ഫിൽഡ് ബൈ ദി പാർട്ടിക്കിൾസ്. എത്രത്തോളം പാർട്ടിക്കിൾസ് ഫില്ല് ചെയ്തിരിക്കുന്നു അത്രത്തോളം ക്രിസ്റ്റൽ സിസ്റ്റം എങ്ങനെയായിരിക്കും? മോർ എഫിഷ്യന്റ്. പാക്കിംഗ് എഫിഷ്യൻസി കൂടുതലാണെന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് നോക്കാനുള്ളത് പല ടൈപ്പിലെ സ്ട്രക്ചർ എടുത്തിട്ട് അതിന്റെ പാക്കിംഗ് എഫിഷ്യൻസി പഠിക്കാനുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് 3 എണ്ണത്തിന്റെ പാക്കിംഗ് എഫിഷ്യൻസി ആണ് നമ്മൾ നോക്കുന്നത്. അത് ഓരോന്നും നമുക്ക് പഠിക്കാം. എഫിഷ്യൻസി എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി ഓരോ ടൈപ്പിലും പാക്കിംഗ് എഫിഷ്യൻസി എത്രയായിരിക്കും വരുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു ക്രിസ്റ്റലില് സിമ്പിൾ ക്യൂബ് അല്ലെങ്കിൽ പ്രിമിറ്റീവ് ടൈപ്പ് ആണ് വന്നിരിക്കുന്നത് എങ്കിൽ നമുക്ക് പാക്കിംഗ് എഫിഷ്യൻസി എത്രയായിരിക്കും നോക്കാം. ഓക്കെ, അപ്പൊ ഇതാ സിമ്പിൾ ക്യൂബ് അല്ലെങ്കിൽ പ്രിമിറ്റീവ് ടൈപ്പിൽ ഒരു യൂണിറ്റ് സെല്ല് ഞാൻ വരച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം എല്ലാ കോർണേഴ്സിലും പ്രിമിറ്റീവിന്റെ പ്രത്യേകത പഠിച്ചതാണ് അല്ലെ. എല്ലാ കോർണേഴ്സിലും ആറ്റംസ് ഉണ്ടായിരിക്കും. നമ്മളിപ്പോ പിക്ചറൈസ് ചെയ്തേക്കുന്നത് ഫ്രണ്ടിലെ 2 ആറ്റംസ് മാത്രമേ പിക്ചറൈസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇനി നമുക്കറിയാം പാക്കിംഗ് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ. നമുക്കൊന്ന് ചെയ്തു നോക്കാം.
പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻ എന്തായിരുന്നു? വോളിയം ഓഫ് നമ്പർ ഓഫ് സ്പിയേഴ്സ് into 100 divided by total volume of unit cell. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ അല്ലേ? അപ്പൊ ഇക്വേഷൻ നമുക്കറിയാം. നമ്മൾ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വോളിയം ഓഫ് നമ്പർ ഓഫ് സ്പിയേഴ്സ്. പ്രിമിറ്റീവ് ടൈപ്പിലെ നമ്പർ എപ്പോഴും എത്രയാ നമുക്കറിയാം. എത്രയാ പ്രിമിറ്റീവ് ടൈപ്പിലെ നമ്പർ ഓഫ് ആറ്റം? 1 അല്ലേ? അപ്പോ 1 ഇൻറ്റു വോളിയം ഓഫ് ദി സ്പിയർ. മാത്സിൽ പഠിച്ചിട്ടുണ്ട്. വോളിയം ഓഫ് സ്പിയർ എന്ന് പറയുന്നത് എത്രയാ? 4/3 πr³. അപ്പൊ നമുക്ക് അത് കൊടുക്കാം. 4/3 πr³ ഇൻറ്റു 1, പിന്നെ അതാ 100 പെർസെൻറ്റേജിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദി യൂണിറ്റ് സെൽ. നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഏത് സിസ്റ്റം വെച്ചിട്ടാണ് പഠിച്ചത്? ക്യൂബിക് സിസ്റ്റം. സോ അപ്പൊ ക്യൂബിന്റെ വോളിയം എന്ന് പറയുന്നത് എപ്പോഴും എത്രയായിരിക്കും? a³. അറിയാവുന്നതല്ലേ? ഇനി നിങ്ങൾ നോക്കുക, ഇതിനകത്ത് എഡ്ജ് ലെങ്ത്, ഈ യൂണിറ്റ് സെല്ലിലെ എഡ്ജ് ലെങ്ത് ABC, ആംഗിൾസ് ആൽഫ ബീറ്റ ഗാമ നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇത് എഡ്ജ് ലെങ്ത് ഈ സൈഡ് A ആയാലും B ആയാലും C ആയാലും ക്യൂബ് ആവുമ്പോൾ എന്താണ്? ഈക്വൽ ആണല്ലോ. അപ്പൊ ഇവിടെ ഞാനിപ്പോ A ആണ് എഡ്ജ് ലെങ്ത് എന്ന് വിചാരിക്കാം. നിങ്ങളൊന്ന് നോക്കിക്കേ, ഇവിടുന്ന് ഇവിടം വരെ എന്ന് പറയുമ്പോൾ ഈ സ്പിയറിന്റെ പകുതിയാണ്. അപ്പൊ ഇത് ശരിക്കും ഈ സ്പിയറിന്റെ റേഡിയസ് 6. ഇവിടുന്ന് ഇവിടം വരെ എന്ന് പറയുമ്പോൾ ഈ സ്പിയറിന്റെ റേഡിയസ് നോക്കിയേ. അപ്പൊ A is equal to പകരം, എക്ക് പകരം വേണമെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? A is equal to 2r എന്ന് എഴുതാം അല്ലെ? അപ്പോ ഇവിടുന്ന് ഇവിടം വരെയുള്ള ലെങ്ത് A ആണ്. അതിനെ എനിക്ക് എങ്ങനെ എഴുതാം? 2r എന്ന് എഴുതാം. സോ A is equal to 2r. അപ്പോൾ ഞാൻ അത് a³ പകരം ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്? a³ പകരം ഞാൻ എന്ത് കൊടുക്കുന്നു? 2r³. 2ന്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ 8, പിന്നെ r³ എന്നും കൂടെ വരും. ഓക്കെ, അപ്പോൾ 8r³. എങ്ങനെ വന്നതെന്ന് മനസ്സിലായല്ലോ? നമ്മൾ എടുത്ത് ഇത്രേ ഉള്ളൂ. ആദ്യം തന്നെ നമ്മൾ പ്രിമിറ്റീവ് ടൈപ്പ് ക്രിസ്റ്റൽ വരച്ചു, അല്ലെങ്കിൽ യൂണിറ്റ് സെൽ വരച്ചു. അതിനകത്ത് 2 ആറ്റംസ് മാത്രമാണ് പിക്ചറൈസ് ചെയ്തത്. ദെൻ എഡ്ജ് ലെങ്ത് A എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? 2rന് ഈക്വൽ ആണ്. കാരണം ഈ ആദ്യത്തെ 2 കോർണേഴ്സിലെ സ്പിയേഴ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 6 ആണ്, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 6 ആണ്. സോ അത് എന്തിന് ഈക്വൽ ആണ്? 2rന് ഈക്വൽ ആണ്. ഓക്കെ, പിന്നെ നമ്മൾ വോളിയം ഓഫ് നമ്പർ ഓഫ് സ്പിയേഴ്സ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദി യൂണിറ്റ് സെൽ. നമ്പർ എത്രയാണ്? പ്രിമിറ്റീവ് ടൈപ്പ് അല്ലെങ്കിൽ സിമ്പിൾ ക്യൂബ് ആയതുകൊണ്ട് 1. ദെൻ വോളിയം ഓഫ് സ്പിയർ 4/3 πr³, ദെൻ 100, ദെൻ ഡിവൈഡ് ബൈ a³ കൊടുത്തു. a³ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് സെല്ലിന്റെ ക്യൂബിക് സിസ്റ്റം ആണ്, അതുകൊണ്ട് a³ ആയിരുന്നു. ദെൻ എക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തപ്പോൾ 8r³ എന്ന് കിട്ടി. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് നമ്മൾ ചെയ്തു വരികയാണ്. നിങ്ങൾക്ക് ചെയ്തു നോക്കണമെങ്കിൽ ചെയ്തു നോക്കാം. ചെയ്തു നോക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ എന്ന് പറയുന്നത് 52.36% ആണ്. അതായത് പൈക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ദെൻ റേഡിയസ് ഒക്കെ ക്യാൻസൽ, r³ ക്യാൻസൽ ആയി പോകും. അതായത് r³ പോയി കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ട്? 4/3 π ഇൻറ്റു 1 ഈസ് ഈക്വൽ 1 തന്നെയാണല്ലോ. അപ്പം 4/3 π ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 8 വരും. പിന്നെ പൈയുടെ വാല്യൂ നമ്മൾ ഇട്ട് കൊടുക്കുക, 2/7 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 52.36%. അഥവാ ഇതിനെ റൗണ്ട് ഓഫ് ചെയ്ത് നമുക്ക് പറയാം 52.4%. എത്ര കിട്ടിയേക്കുന്നത്? 52.4%. അപ്പോൾ സിമ്പിൾ ക്യൂബ് അല്ലെങ്കിൽ പ്രിമിറ്റീവിന്റെ പാക്കിംഗ് എഫിഷ്യൻസി എത്രയാണ്? 52.4% ആണ്. ഓക്കെ, അപ്പോ പകുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്കിംഗ് എഫിഷ്യൻസി ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50% അടുത്താണ് ഏതിന്റെ പാക്കിംഗ് എഫിഷ്യൻസി? സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ക്രിസ്റ്റൽ സിസ്റ്റത്തില് സിമ്പിൾ ക്യൂബ് അല്ലെ പ്രിമിറ്റീവ് ടൈപ്പ് യൂണിറ്റ് സെല്ലാണ് വന്നിരിക്കുന്നത് എങ്കിൽ പാക്കിംഗ് എഫിഷ്യൻസി ഏകദേശം ഒരു 50% പാക്കിംഗ് എഫിഷ്യൻസി ഉണ്ട് എന്ന് പറയാം. ക്ലിയർ ആണോ? വാല്യൂ മറന്നു പോകരുത്. സിമ്പിൾ ക്യൂബ് അല്ലെങ്കിൽ പ്രിമിറ്റീവ് ടൈപ്പ് ആണെങ്കിൽ പാക്കിംഗ് എഫിഷ്യൻസി എത്രയായിരിക്കും? 52.4%. ക്ലിയർ ആണോ? ഇനി ഇതുപോലെ നമ്മളിപ്പോ പഠിച്ച സിമ്പിൾ ക്യൂബിന്റെ ആയിരുന്നു. ഇനി നമ്മൾ ഇതുപോലെ തന്നെ അടുത്ത ടൈപ്പിന്റെ പഠിക്കാം. പാക്കിംഗ് എഫിഷ്യൻസി ഇൻ സിമ്പിൾ ക്യൂബ് അത് നമ്മൾ കണ്ടു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പാക്കിംഗ് എഫിഷ്യൻസി ഇൻ FCC ടൈപ്പ്. FCC നിങ്ങൾക്ക് പ്രത്യേകം അറിയാവുന്നതായതുകൊണ്ട് പറയാണ്. FCC എന്നോ HCP, CCP ഇത് 3 വന്നാലും സെയിം ആണ് പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കുന്ന രീതി. ഓക്കെ, അപ്പൊ പരീക്ഷയ്ക്ക് ചിലപ്പോൾ HCPയുടെ പാക്കിംഗ് എഫിഷ്യൻസി അല്ലെങ്കിൽ CCPയുടെ പാക്കിംഗ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാനായിരിക്കും ചോദിക്കുക. അപ്പൊ അറിഞ്ഞിരിക്കുക HCP, CCP, FCC. HCP എന്ന് പറഞ്ഞാൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്, CCP എന്ന് പറഞ്ഞാൽ ക്യൂബിക് ക്ലോസ് പാക്കിംഗ്, ദെൻ FCC എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫേസ് സെന്റേർഡ്
ക്യൂബിക് യൂണിറ്റ് സെല്ലിന്റെ ഫോം ആണ് അല്ലെ. അപ്പോൾ ഈ 3 വന്നാലും പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നത് ഒരുപോലെ തന്നെയാണ്, സെയിം ആൻസർ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം പാക്കിംഗ് എഫിഷ്യൻസി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. സിസിയിലെ പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ CCP HCPയിലെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ FCC ടൈപ്പിൽ ഒരു യൂണിറ്റ് സെൽ എടുത്തിട്ടുണ്ട്. ഈ യൂണിറ്റ് സെല്ലിന്റെ പ്രത്യേകത എന്താ? എല്ലാ കോർണേഴ്സിലും എല്ലാ ഫേസിലും ആറ്റം ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഒരു ഫേസിൽ മാത്രമേ ഇവിടെ പിക്ചറൈസ് ചെയ്തിട്ടുള്ളൂ. ഇത് കണ്ടോ, ഈ ഒരു സൈഡിലുള്ള ഫേസിനകത്തെ കോർണർ ആറ്റമാണ് ഇത് രണ്ടും, ആ സൈഡിലെ ഫേസ് സെന്ററിലെ ആറ്റമാണ് ഈ വരച്ചിരിക്കുന്നത്, കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ പിക്ചർ കൺസിഡർ ചെയ്തു FCC ടൈപ്പിൽ എല്ലാ വശത്തെയും എല്ലാ ഫേസിലെയും ഒക്കെ നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റഡി ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫേസ് മാത്രം എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതി നോക്കാം. ഇക്വേഷൻ എന്തായിരുന്നു? നമ്പർ ഇൻറ്റു വോളിയം ഓഫ് സ്ഫിയർ. വോളിയം ഓഫ് സ്ഫിയർ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ എന്താണ്? ടോട്ടൽ വോളിയം ഓഫ് യൂണിറ്റ്സ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, നമ്പർ FCC ടൈപ്പിലെ നമ്പർ നമുക്കറിയാം. എത്രയാണ് എപ്പോഴും FCCയിലെ നമ്പർ ഓഫ് ആറ്റംസ്? 4 ഇൻറ്റു വോളിയം ഓഫ് ദി സ്ഫിയർ 4/3 πr³ ഇൻറ്റു 100. ദെൻ അതുപോലെ തന്നെ ഇവിടെ വോളിയം ഓഫ് യൂണിറ്റ് സെൽ, നമ്മൾ എടുക്കുന്ന യൂണിറ്റ് സെൽ എപ്പോഴും ഏതാണ്? ക്യൂബിക് ആണ്. അപ്പൊ നമ്മളിവിടെ എന്ത് കൊടുക്കണം? A³. ഓക്കെ, നിങ്ങൾ നോക്കിക്കേ, നേരത്തെ നമ്മൾ സിമ്പിൾ ക്യൂബ് കണ്ടുപിടിച്ചപ്പോൾ ഇവിടെ 1 വന്നു, ഇപ്പോൾ ഇവിടെ 4 വന്നു എന്നുള്ള വ്യത്യാസമുള്ളൂ. അപ്പൊ ഇവിടെ നോക്കുക, A³. എക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താലാണ് നമുക്കിത് ക്യാൻസൽ ചെയ്ത് പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ എക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വേണം. അതിനുവേണ്ടി അഗെയിൻ നിങ്ങൾ ഈ പിക്ചറിലേക്ക് നോക്കുക. നമുക്കറിയാം, ഇത് കണ്ടോ, ഞാൻ ഈ സ്പിയേഴ്സിൽ കൂടെ പാസ് ചെയ്തു പോകുന്ന ഒരു ആംഗിൾ അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആംഗിൾ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് നോക്കാം, ഇവിടെ നമുക്ക് ഈ സ്പിയറിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ വരച്ചു കഴിഞ്ഞപ്പോൾ ഒരു ട്രയാങ്കിൾ കിട്ടുന്നുണ്ട്. ഏതാ? ട്രയാങ്കിൾ ABC. ഏതാ നമുക്ക് കിട്ടിയത്? ട്രയാങ്കിൾ ABC. ഇപ്പൊ മാത്സിൽ പഠിച്ചേക്കുന്ന പോലെ ഇത് നോക്കുക, AC അല്ലെ. AC എന്ന് പറയുന്നത് എന്താണ്? AC-യുടെ ലെങ്ത് B കൊടുത്തിട്ടുണ്ട്. ദെൻ AB BC, അവിടുത്തെ നമ്മൾ എഡ്ജ് ലെങ്ത് എടുത്തേക്കുന്നത് A ആണ്. അപ്പൊ നമുക്കൊന്ന് ചെയ്തു നോക്കാം. നമുക്ക് മാത്സ് അറിയാലോ. AC² നമുക്ക് എങ്ങനെ എഴുതാം? AC² AB² + BC². അപ്പൊ നമ്മുടെ AC-യുടെ ലെങ്ത് എത്രയാ? B. ദാറ്റ് ഈസ് B² AB A². ദെൻ BC അതും A². സോ B² നമുക്ക് ഇപ്പൊ എന്താ കിട്ടിയേക്കുന്നത്? 2A². ഓക്കെ, അപ്പൊ B നമുക്ക് എങ്ങനെ എഴുതി വെക്കാം? 2A² നമുക്ക് √2A. B നമുക്ക് ഇപ്പൊ കിട്ടിയേക്കുന്നത് എന്താ? √2A എന്ന് കിട്ടി. ഓക്കെ, ഇനി നിങ്ങൾ അഗൈൻ ഈ പിക്ചറിലേക്ക് നോക്കുക. ഇത് ഈ ലൈൻ പോയിരിക്കുന്നത് 3 സ്പിയേഴ്സിൽ കൂടെയാണ് ആണല്ലോ. അപ്പൊ ആദ്യത്തെ സ്പിയറിന്റെ എത്ര ഭാഗം വന്നിട്ടുണ്ട്? ഒരു റേഡിയസ് വരുന്നത്, അതായത് സെന്ററിൽ നിന്ന് പകുതി വരെ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇതെന്താണ്? R. ദെൻ അടുത്ത സ്പിയർ നോക്കുക, അത് ഫുള്ള് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇവിടുന്ന് ഇവിടം വരെ R, ഇവിടുന്ന് ഇവിടം വരെ R. സോ അപ്പൊ എന്തായി? 2R ഇവിടെ തന്നെ വന്നു. ദെൻ താഴെ നോക്കുക, അടുത്ത സ്പിയറിന്റെ ഈ സെന്റർ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? R. ഓക്കെ, അപ്പൊ മൊത്തം എത്ര R വന്നിട്ടുണ്ടെന്ന് നോക്കിക്കേ, 4R. ഇവിടുന്ന് ഇവിടം വരെ R, 2R, R. അപ്പൊ ടോട്ടൽ എത്ര വന്നിട്ടുണ്ട്? 4R. അപ്പൊ B = നമുക്ക് വേണമെങ്കിൽ എങ്ങനെയും എഴുതാം, 4R എന്നും എഴുതാം. അത് മറന്നു പോയത്, ഇവിടെ നമുക്ക് എഴുതി വെക്കാം. B = എന്ത് എഴുതാം? 4R എന്ന് എഴുതാം. B = 4R. എങ്ങനെയാ വന്നതെന്ന് മനസ്സിലായില്ലേ? ആദ്യത്തെ സ്ഫിയറിന്റെ സെന്ററിൽ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത് R. ദെൻ രണ്ടാമത്തെ സ്ഫിയറിന്റെ മൊത്തം വന്നിട്ടുണ്ട്. അപ്പൊ 2R ആയി അവിടെ തന്നെ. അപ്പൊ ആദ്യത്തെ R ഉം 2R ഉം കൂടെ 3R. ദെൻ അടുത്ത സ്ഫിയറിന്റെ പകുതി, അതും കൂടെ വന്നപ്പോ എത്രയായി മൊത്തം? 4R. അപ്പൊ B = 4R എന്നും കിട്ടി. ഇപ്പൊ ആദ്യം B = √2A എന്ന് കിട്ടി. ഇപ്പൊ B = 4R എന്ന് കിട്ടി. അപ്പൊ നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കാലോ. അപ്പൊ എന്താ കിട്ടുക? 4R = എനിക്ക് കിട്ടിയേക്കുന്നത് എന്താണ്? √2A. രണ്ടും B ആണ്. B = ആണ് രണ്ടും. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതി നോക്കാം. B = 4R = √2A. നമുക്ക് ആർക്കാ സബ്സ്റ്റിറ്റ്യൂഷൻ വേണ്ടേ? Aക്കല്ലേ. അപ്പൊ നമ്മളിപ്പോ നമുക്ക് എങ്ങനെ ചെയ്യാം? √2A അല്ലേ. അപ്പൊ നമുക്ക് A = ഈ √2നെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ എന്താ വരിക? 4R / √2. ദാറ്റ് ഈസ് വെട്ടിക്കുറയ്ക്കുമ്പോൾ നമുക്ക് എന്തായിട്ടാ? A = 2√2R. അപ്പൊ Aക്ക് എന്ത് കിട്ടി? നമുക്ക് 2√2R എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ A³ മാറ്റിയിട്ട് നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? A³ പകരം 2√2R³ കൊടുക്കാം.
എ ക്യൂബിന് നേരെ ഇവിടെ തന്നെ ഞാൻ കൊടുക്കുകയാണേ 2√2 എന്താണ് ആർ, അതിന്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ ആർ ക്യൂബ് വരും. ആർ ക്യൂബും വെട്ടിപ്പോവും. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും 74%. ചെയ്തു നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ചെയ്തു നോക്കിയാൽ അറിയാം 74%. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് നിങ്ങൾ മുഴുവൻ നോക്കേണ്ട കാര്യമില്ല. ആക്ച്വലി നമുക്ക് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ പെർസെൻറ്റേജ് എത്രയാണെന്നാണ് അറിഞ്ഞിരിക്കേണ്ടത്. നിങ്ങൾക്ക് സംശയം ഉണ്ട്, അങ്ങനെ കിട്ടുമോ ഡൗട്ട് ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 2√2 ആർ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്താ കിട്ടിയേക്കുന്നത് 74%. ക്ലിയർ ആണോ? അപ്പൊ FCC ടൈപ്പിന്റെ പാക്കിംഗ് എഫിഷ്യൻസി എത്രയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് 74%. പഠിച്ചോ? ഓർത്തിരിക്കുക, HCP, CCP, FCC ഇത് മൂന്നും ആണെങ്കിൽ നമ്മൾ എടുക്കേണ്ട യൂണിറ്റ്സിൽ FCC ആണ്. അതിന്റെ പിക്ചർ വരച്ചു. എന്തൊക്കെയാ നമ്മൾ ചെയ്തത്? ആദ്യം ഇക്വേഷൻ എഴുതി വെച്ചു. പാക്കിംഗ് എഫിഷ്യൻസിയുടെ നമ്പർ ഇൻറ്റു വോളിയം ഓഫ് സ്ഫിയർ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദി യൂണിറ്റ് സെൽ. അപ്പൊ നമുക്ക് നമ്പർ അറിയാം 4 ആണ് FCC ആയതുകൊണ്ട്. വോളിയം ഓഫ് ദി സ്ഫിയർ 4/3 πr ക്യൂബ് ആണ്. ദെൻ ടോട്ടൽ വോളിയം ഓഫ് ദി യൂണിറ്റ് സെൽ A ക്യൂബ് ആണ്. പക്ഷെ എക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താലാണ് നമുക്ക് പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ എഗെയിൻ നമ്മൾ പിക്ചറിലേക്ക് വന്നു. എന്ത് ചെയ്തു? നമ്മൾ ആ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. അതാണ് ട്രയാങ്കിൾ ABC. ദാറ്റ് ഈസ് AC² = AB² + BC². അപ്പൊ എഡ്ജ് ലെങ്ത് A എന്നെടുത്തേക്കുന്നുണ്ട്. B² നമുക്ക് ടോട്ടൽ എത്ര കിട്ടി 2A². അവിടുന്ന് B നമുക്ക് എത്ര കിട്ടി √2A. ഇനി പിന്നെയും നമ്മൾ പിക്ചറിൽ നോക്കിയപ്പോൾ B ഇത്രയും ലെങ്ത് ആണ് B. ആ B എന്തിന് ഈക്വൽ ആണ് 4R. അപ്പൊ നമ്മൾ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ബിയുടെ വാല്യൂ 4R ഉണ്ട്, √2A ഉണ്ട്. അപ്പൊ രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്തപ്പോൾ എയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി 2√2R കിട്ടി. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എത്ര കിട്ടി? പാക്കിംഗ് എഫിഷ്യൻസി 74% കിട്ടി. ക്ലിയർ ആണോ? അപ്പൊ ഇതൊന്ന് ഓർത്തിരിക്കുക. അപ്പം FCC ടൈപ്പിന്റെ പാക്കിംഗ് എഫിഷ്യൻസി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 74% ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച സിമ്പിൾ ക്യൂബിന്റെ ആയിരുന്നു പ്രിമിറ്റീവ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പ്രിമിറ്റീവ് ആണോ FCC ആണോ മോർ എഫിഷ്യന്റ് എന്ന് പറയുന്നത്? ഏതാണ്? FCC. കാരണം FCCയുടെ പാക്കിംഗ് എഫിഷ്യൻസി എത്ര വന്നിട്ടുണ്ട് 74% ആണ്. നേരത്തെ സിമ്പിൾ ക്യൂബ് പഠിച്ചപ്പോഴോ അതിന്റെ വന്നിരുന്നത് 52.4 ആയിരുന്നു അല്ലെ? അപ്പൊ കുറച്ചും കൂടെ കുറവാണ്. അപ്പൊ കുറച്ചും കൂടെ നല്ല പാക്കിംഗ് എഫിഷ്യൻസി അല്ലെ കൂടുതൽ പാക്ക് ചെയ്തേക്കുന്നത് അടുത്തടുത്ത് ക്ലോസ് പാക്കിംഗ് വന്നേക്കുന്ന ഏതിലായിരിക്കും? FCCയിലാണ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് BCCയുടെ പഠിക്കാം. അതൊന്നും എഫിഷ്യൻസി ഇപ്പൊ സിമ്പിൾ ക്യൂബിലെയും പഠിച്ചു, FCCയിലെയും പഠിച്ചു. ഇനി നമുക്ക് പാക്കിംഗ് എഫിഷ്യൻസി നോക്കാനുള്ളത് BCC ടൈപ്പ് ക്രിസ്റ്റൽസിലെയാണ്. അപ്പൊ അതിനുവേണ്ടി ഇതാ ഒരു യൂണിറ്റ് സെൽ എടുത്തു. പ്രത്യേകത എന്തായിരിക്കും എന്നറിയാലോ? ആറ്റംസ് എല്ലാ കോർണേഴ്സിലും ഉണ്ട്, കൂടാതെ ബോഡി സെന്ററിലും ഉണ്ട്. കോർണേഴ്സിലും ഉണ്ട്, ബോഡി സെന്ററിലും ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുക, ഞാൻ ഇമേജ് വരച്ചിട്ടുണ്ട്. ABCDEFGH നേരത്തെ പറഞ്ഞ പോലെ കോർണേഴ്സാ. ഇനി നോക്കുക, അതിനകത്ത് ഞാൻ A എന്ന കോർണർ എടുത്തിട്ടുണ്ട്. ഓക്കെ, A എന്ന് പറയുന്ന കോർണർ എടുത്തിട്ടുണ്ട്. ഇവിടെ ആറ്റം എവിടെയാണ്? ബോഡി സെന്ററിലാണ്. അപ്പം ആ ബോഡി സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സിസ് വേണം നമുക്ക് കൺസിഡർ ചെയ്യാൻ പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതാ A എന്ന് പറയുന്ന കോർണർ എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു ക്യൂബ് ഇമാജിൻ ചെയ്തിട്ട് എന്താണ് ഫ്രണ്ട് ഭാഗത്തുനിന്ന് ഞാൻ ആ സെന്ററിൽ കൂടെ തുളച്ചു വരുന്ന ഒരു അവസ്ഥ, അതായത് ഡയഗണൽ ആയിട്ട്. ഇത് ഫ്രണ്ടിലെ കോർണർ, ഇത് ബാക്കിലെ കോർണർ. ആ രീതിയിൽ ഇതാ A, അതിൽ നിന്ന് എന്ത് ചെയ്യുന്ന ഒരു ആക്സിസ് എങ്ങോട്ടാ വരച്ചേക്കുന്നത്? പുറകിലെ ഒരു പോയിന്റിലേക്ക്, പുറകിലെ കോർണറിലേക്ക്, Fലേക്ക്. A to F ആണ് ഞാൻ ആക്സിസ് എടുത്തേക്കുന്നത്. കാരണം എങ്കിലാണ് നമുക്ക് ഏത് ആറ്റത്തിൽ കൂടെ പാസ് ചെയ്യത്തുള്ളൂ? ബോഡി സെന്ററിലുള്ള ആറ്റത്തിൽ കൂടെ പാസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാ ഫസ്റ്റ് കോർണറിൽ ആറ്റം എടുത്തു, ബാക്ക് വെസ്റ്റുള്ള ഒരു കോർണറിൽ ആറ്റം എടുത്തു, ദെൻ സെന്ററിലാണ് എങ്കിൽ അതെടുത്ത് എന്തിനാന്ന് മനസ്സിലായില്ല? ബോഡി സെന്ററിൽ കൂടെ പോകുന്ന ആക്സിസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതാ നമ്മള് ഇതുപോലെ ഇവിടെ എല്ലായിടത്തും ആറ്റംസ് ഉണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എല്ലാം വരയ്ക്കുന്നില്ല. അപ്പൊ അത് മനസ്സിലാക്കിക്കോളൂ. എല്ലാ കോർണേഴ്സിലും ഉണ്ട്, ബോഡി സെന്ററിലും ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആക്സിസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഏത് ആക്സിസാണ് ഞാൻ കൺസിഡർ ചെയ്തതെന്ന് കണ്ടോ? ഇവിടെ നിന്ന് ഏതാ? എയിൽ നിന്നും Fലേക്ക്. എന്നാൽ മാത്രമാണ് ആ ബോഡി സെന്ററിൽ കൂടെ പോകുന്ന ആറ്റത്തെ എനിക്ക് ആക്സിസിൽ ഉൾപ്പെടുത്താൻ പറ്റൂ. അപ്പൊ അത് നമ്മൾ വരച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗെയിൻ പാക്കിംഗ് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എഴുതി തന്നെ നമുക്ക് തുടങ്ങാം. പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? നമ്പർ ഇൻറ്റു വോളിയം ഓഫ് സ്ഫിയർ ഇൻറ്റു അഗെയിൻ 100 ഡിവൈഡഡ് ബൈ എന്താണ്? വോളിയം ഓഫ് ദി യൂണിറ്റ് സെൽ. വോളിയം ഓഫ് യൂണിറ്റ് സെൽ ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. നമ്പർ BCC ടൈപ്പിൽ നമ്പർ ഓഫ് ആറ്റംസ് എപ്പോഴും എത്രയായിരിക്കും? 2. അപ്പൊ എന്താ നമ്പർ മാറ്റിയിട്ട് അവിടെ എത്ര കൊടുത്തു? 2 ഇൻറ്റു വോളിയം ഓഫ് ദി സ്ഫിയർ. അതും ഇപ്പൊ നമുക്കറിയാം. എത്രയാ വോളിയം ഓഫ് ദി സ്ഫിയർ?
4/3 pi r cube into എന്താണ് അഗെയിൻ പെർസെൻറ്റേജിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലേ 100. ദെൻ വോളിയം ഓഫ് ദി യൂണിറ്റ് സെൽ. ഓക്കെ, വോളിയം ഓഫ് ദി യൂണിറ്റ് സെൽ എത്ര നമുക്ക് എ ക്യൂബ്. കാരണം എഗെയിൻ ക്യൂബ് സിസ്റ്റം ആണ്, അപ്പോൾ വോളിയം എപ്പോഴും എ ക്യൂബ് ആണ്. അപ്പോൾ ഇനി നമുക്ക് എഗെയിൻ എന്താ വേണ്ടത്? എ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പിക്ചറിലേക്ക് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ നേരത്തെ FCC ചെയ്തപ്പോൾ ഫേസിൽ കൂടെ പോകുന്ന ഒരു ആംഗിൾ ആണ് കൺസിഡർ ചെയ്തത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നമുക്ക് ബോഡി സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ആംഗിൾ വേണം. അതിനുവേണ്ടി AFD, ഈ ഡി ഫ്രണ്ടിലെ ഒരു ആറ്റമാണ് അല്ലേ. അപ്പോൾ AFD നമ്മൾ ഏത് ആംഗിളാ ട്രയാംഗിളാ കൺസിഡർ ചെയ്തത്? ട്രയാംഗിൾ AFD. ഓക്കെ, ഇതാ നോക്കിക്കോളുക, AFD കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ട്രയാംഗിൾ ഏതാണ്? AFD. ഇതാണ് നമ്മുടെ ട്രയാംഗിൾ AFD. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിക്കേ, നമ്മൾ നേരത്തെ എഴുതിയ പോലെ നമുക്ക് എഴുതാം AF² എന്താ വരിക? AF² നമുക്ക് എങ്ങനെ എഴുതാം? എന്താണ്? AFD അല്ലേ. AF² കിട്ടണമെങ്കിൽ എന്തൊക്കെ തമ്മിൽ ആഡ് ചെയ്യണം? FD² plus AD². FD² plus AD². അപ്പൊ ADയുടെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാ? A. ദെൻ FDയുടെ എഡ്ജ് ലെങ്ത് എന്ന് പറയുന്നത് B ആണ്, B². ഓക്കെ, AFന് നമുക്ക് ലെറ്റർ തന്നേക്കുന്നത് C, അപ്പൊ നമ്മൾ C² എടുത്തു. അപ്പൊ C² B² plus A². ഇതെല്ലാം എഡ്ജ് ലെങ്ത് ആണ് കേട്ടോ. അപ്പൊ C² നമുക്ക് എന്ത് കിട്ടി? ഒന്നും കൂടെ ഓർഡറിൽ എഴുതാണ്. AF എന്ന് പറയുന്നത് C, അപ്പൊ C² FD എന്ന് പറഞ്ഞാൽ B, ദാറ്റ് ഈസ് B². AD എന്ന് പറഞ്ഞാൽ A². ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അപ്പൊ നോക്കുക, നമുക്ക് പെഗെ ഒരു പ്രശ്നമായി. എക്ക് നോക്കിയിട്ട് കിട്ടിയിട്ടില്ല, ഈ ബിക്കും കൂടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു നോക്കണം. അതായത് B² ഒരു വാല്യൂ കണ്ടുപിടിച്ചാലാണ് നമുക്ക് ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾ നോക്കിക്കേ, സി എടുക്കാന്ന് വിചാരിച്ചോളൂ. C നമ്മൾ നേരത്തെ ബിക്ക് കൊടുത്തില്ലേ അവിടെ സ്ഫിയർ വെച്ചിട്ട്, അതുപോലെ ഇവിടെ നിങ്ങൾ C നോക്കി, ഇവിടുന്ന് ഇവിടം വരെ R, ഇവിടുന്ന് ഇവിടം വരെ വന്നപ്പം 2R, ഇവിടം വരെ വന്നപ്പോൾ 3R, ഇവിടം വരെ വന്നപ്പോൾ 4R. അപ്പൊ സിക്ക് ഒരു ഇതും കൂടെ പറയാം, C എന്തിന് തുല്യമാണ്? 4R. ഓക്കെ, പക്ഷെ ഇപ്പൊ നമുക്ക് ഇത് ആംഗിൾ കൺസിഡർ ചെയ്തപ്പോൾ C² എന്താ കിട്ടിയേക്കുന്നത്? B² plus A². അപ്പൊ ബിയും കൂടെ ഏതിന്റെ ടേമിൽ വരണം? എയുടെ ടേമിൽ വന്നാലാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, ഇക്വേഷൻ ആക്കാൻ പറ്റുള്ളൂ അല്ലെ. അതായത് ഇവിടെ എക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പാകത്തിന് എത്തിക്കാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ബി വരുന്ന ആംഗിൾ കൺസിഡർ ചെയ്യാണ്. ദാ ഇത് നോക്കിക്കേ, ട്രയാംഗിൾ EFD. ഓക്കെ, ഏതാ കൺസിഡർ ചെയ്യുന്നത്? ട്രയാംഗിൾ EFD. ട്രയാംഗിൾ EFD കൺസിഡർ ചെയ്തു. അപ്പൊ നോക്കുക, അഗെയിൻ FD² നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കിക്കേ. FD² എന്ത് വരും? FD² എന്ന് പറയുന്നതിന് പകരം എന്ത് കൊടുക്കാം? EF² plus അല്ലെങ്കിൽ FE² കേട്ടോ. FE² plus ED². FE² plus ED². FEയുടെ ലെങ്ത് എന്ന് പറയുന്നത് A തന്നെയാണ്. അപ്പോൾ A² plus A². അപ്പോൾ B² FD നമുക്കറിയാലോ, നേരത്തെ B² ആയിരുന്നു ഇത്. അപ്പോൾ B² എനിക്ക് എത്ര കിട്ടിയേക്കുന്നത്? A² plus A². ദാറ്റ് ഈസ് എനിക്ക് B² ഞാൻ ഇക്വേഷൻ ഒന്ന് വായിക്കുകയാണ് കേട്ടോ. അപ്പോൾ B² നമുക്ക് എത്ര കിട്ടി? B² 2A² എന്ന് കിട്ടി. B² 2A². ഇനി ഇത് വേണമെങ്കിൽ എനിക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? C² B² വരും 2A² plus A². ഓക്കെ, അപ്പൊ നമുക്ക് എന്തായി? C² 3A². C നമുക്ക് എങ്ങനെ എഴുതാം? √3A. സിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടി, √3A. നമുക്ക് ഓൾറെഡി അറിയാം C എന്താണ്? 4R. അപ്പൊ 4R നേരത്തെ ചെയ്തത് തന്നെ, √3 എന്താണ്? A. ഇനി നമുക്ക് എന്ത് വേണം? എയുടെ വാല്യൂ ആണ് വേണ്ടത്. സോ A = 4R/√3. 4R/√3. ഇനി നമ്മുടെ പാക്കിംഗ് എഫിഷ്യൻസിയുടെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പറയാം, BCC ആയതുകൊണ്ട് 2, വോളിയം ഓഫ് ദി സ്ഫിയർ 4/3 pi r³ into 100 ഡിവൈഡഡ് ബൈ A³ വരെ നമ്മൾ എന്ത് കൊടുക്കും? 4R/√3. 4R/√3 ഹോൾ ക്യൂബ് കൊടുക്കും. ഓക്കെ, ഇത് നമ്മൾ ചെയ്ത് വരുമ്പോൾ എഗെയിൻ R³ ഒക്കെ ക്യാൻസൽ ആയി പോകും. ദെൻ
ഇവിടെ 2 into 4 8/3 പൈ ആർ ക്യൂബ് വരും. ആർ ക്യൂബും ക്യാൻസൽ ആയി പോകും. ദെൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 68%. എത്ര കിട്ടുക? 68% ആയിരിക്കും കിട്ടുക. BCCയിൽ കൺഫ്യൂഷൻ ഉണ്ടോ? ഒന്നും കൂടെ പറയാം. നമ്മൾ എന്താ ചെയ്തത്? ആദ്യം ഒരു യൂണിറ്റ് സെല്ല് കൺസിഡർ ചെയ്തു. ആ യൂണിറ്റ് സെല്ലില് പ്രത്യേകത BCC ടൈപ്പ് യൂണിറ്റ് സെല്ലാണ്. ആക്സിസ് കൺസിഡർ ചെയ്യുമ്പോൾ എപ്പോഴും FCC ആണ് ഫേസ് സെന്ററിൽ കൂടെ പോകുന്ന എടുക്കണം. BCC ആണെങ്കിൽ ബോഡി സെന്ററിൽ കൂടെ പോകുന്ന ഒരു ആക്സിസ് എടുക്കണം. അതുകൊണ്ടാണ് AF എന്നുള്ള ഒരു ആക്സിസ് നമ്മൾ എടുത്തത്. അപ്പൊ അത് വരാൻ വേണ്ടി ഏത് നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ A വേണം. അത് കിട്ടാൻ വേണ്ടി നമ്മൾ ഏത് ട്രയാങ്കിൾ എടുത്തു? ട്രയാങ്കിൾ AFD എടുത്തു. AFD എടുത്തപ്പോൾ AF എന്ന് പറയുന്നത് C² ആണ്. അപ്പം എഡ്ജ് ലെങ്ത് C എന്ന് കൊടുത്തു. അപ്പൊ AF² is equal to FD² plus AD². FD²ന് B² എന്നാണ്, AD²ന് A² എന്നും കൊടുത്തു. ഓക്കെ, അപ്പൊ എഗെയിൻ നമുക്ക് ഒരു ഇക്വേഷനിൽ എത്തിക്കാൻ പറ്റുന്നില്ല, കാരണം ഇവിടെ B² വന്നേക്കുന്നത്. അപ്പൊ B²ന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വേണം. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ നോക്കി സ്പിയർ, 3 സ്പിയർ വരുമ്പോൾ ഈ ലെങ്ത് C ആയിരുന്നല്ലോ. BCC സെന്ററിൽ കൂടെ പോകുന്ന ആറ്റത്തിന്റെ ആക്സിസിന്റെ എഡ്ജ് ലെങ്ത് നമ്മൾ C ആണ് എടുത്തത്. അതുകൊണ്ട് തന്നെ അവിടെ C is equal to എന്താണെന്ന് മനസ്സിലായി? 4R. അപ്പൊ നമുക്ക് ഈ B²ന് ഒരു മാറ്റം കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് ആംഗിൾ കൺസിഡർ ചെയ്തു? ട്രയാങ്കിൾ EFD. ഓക്കെ, EFD നോക്കിയപ്പോൾ FD² പ്ലസ് എന്താ നമുക്ക് കിട്ടിയേക്കുന്നത്? FD² കിട്ടണം. FD² കിട്ടണമെങ്കിൽ EF² പ്ലസ് ED² കൊടുത്തു. അപ്പൊ അത് രണ്ടും A ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? B²ന് 2A² എന്ന് പറഞ്ഞു. അപ്പൊ C² പ്ലസ് B²ന് പകരം നമ്മൾ എന്ത് കൊടുത്തു? 2A² പ്ലസ് A². ദാറ്റ് ഈസ് C is equal to √3A. ഇപ്പൊ നമുക്ക് കറക്റ്റ് ആയി, കാരണം C ഓൾറെഡി 4R ആണെന്ന് പറയാം. അതിൽ നിന്ന് നമുക്ക് Aക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടി. അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. പാക്കിംഗ് എഫിഷ്യൻസി എത്രയാണ്? 68%. ക്ലിയർ ആണോ? അപ്പൊ പാക്കിംഗ് എഫിഷ്യൻസി നമ്മൾ പഠിച്ചപ്പോൾ സിമ്പിൾ ക്യൂബിന്റെ പഠിച്ചത് 52.4%. ദെൻ FCCയുടെ പഠിച്ചത് 74%. BCCയുടെ പഠിച്ചേക്കുന്നത് എത്രയാണ്? 68%. ക്ലിയർ ആണോ ഇത്രയും കാര്യം? പാക്കിംഗ് എഫിഷ്യൻസിയുടെ ഓർഡർ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, സിമ്പിൾ ക്യൂബിന്റെ അതായത് പ്രിമിറ്റീവ് സിമ്പിൾ ക്യൂബിന്റെ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത് 58.4%. ദെൻ അത് കഴിഞ്ഞ ആരുടെയാണ് പാക്കിംഗ് എഫിഷ്യൻസി വന്നത്? BCC 68%. ദെൻ അത് കഴിഞ്ഞിട്ടാണ് ആരുടെ പാക്കിംഗ് എഫിഷ്യൻസി? FCC അല്ലെങ്കിൽ HCP, അതല്ലെങ്കിൽ നമ്മൾ വേറൊരു പേര് പറഞ്ഞു CCP. ഇവരുടെ പാക്കിംഗ് എഫിഷ്യൻസി എത്രയായിരുന്നു? 74%. ഓക്കെ, അപ്പൊ പാക്കിംഗ് എഫിഷ്യൻസി ഏറ്റവും കൂടുതൽ ഏത് ടൈപ്പിൽ വരുന്നതിനാണ്? FCC ടൈപ്പ് വരുന്നതിനായിരിക്കും. ഇനി ഇത് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ പറയാണ്, സിമ്പിൾ ക്യൂബ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു A is equal to 2R. ഓർക്കുന്നുണ്ടോ? അതുപോലെ തന്നെ BCC കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടിയിരുന്നത് എങ്ങനെയാണ്? Aയും ആറും തമ്മിലുള്ള റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. BCC ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? A is equal to 4/√3R എന്ന് കിട്ടിയിരുന്നു അല്ലെ? അതുപോലെ തന്നെ FCC ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? A is equal to 2√2R. ഈ ഇക്വേഷൻ ഒന്ന് ഓർമ്മയിൽ വെക്കണം. പ്രോബ്ലത്തിന്റെ സെക്ഷൻ ഞാൻ ചെയ്യിക്കുമ്പോൾ അപ്പൊ നിങ്ങൾക്കൊന്ന് ആവശ്യമുള്ള കാര്യമാണ്. എയും എഡ്ജ് ലെങ്ത് തന്നിട്ടുണ്ട്, റേഡിയസ് കണ്ടുപിടിക്കാനുള്ളതാണ്. അപ്പൊ ഈ 3 ഇക്വേഷനും കൂടെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഒന്ന് ഓർത്തിരിക്കണം. A is equal to 2R, അതുപോലെ തന്നെ A is equal to 4/√3R, A is equal to 2√2R. ക്ലിയർ ആണോ? അപ്പോ നമ്മൾ പഠിച്ചത് പാക്കിംഗ് എഫിഷ്യൻസി ഏറ്റവും കൂടുതൽ തന്നിരുന്നതിൽ പാക്കിംഗ് എഫിഷ്യൻസി ഏറ്റവും കൂടുതൽ ഏതിനാണ്? പാക്കിംഗ് എഫിഷ്യൻസി FCC, ദാറ്റ് ഈസ് 74%. ക്ലിയർ ആണോ പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നത്? അപ്പൊ പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ആ ഡെറിവേഷൻ ഒന്ന് അറിഞ്ഞിരിക്കണം. കൂടാതെ ഈ പറഞ്ഞ ഇക്വേഷൻസ് ഒന്ന് ഓർത്തിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെപ്പറേറ്റ് ഇനി പറയേണ്ട കാര്യമില്ല, ഇതിന്റെ കൂട്ടത്തിൽ അങ്ങ് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ ഇക്വേഷൻസ് ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് പാക്കിംഗ് എഫിഷ്യൻസിയെ പറ്റി പഠിക്കാനുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്